നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂർ തോട്ടടയുള്ള പോളിടെക്നിക്കിൽ നടക്കുന്ന സംസ്ഥാന പോളി കലോത്സവ വേദിക്കരികിലാണ്. 3 വേദികളിലായിട്ട് 3-4 വേദികളിലായിട്ടാണ് ഇവിടെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം നടക്കുന്നത്. അപ്പം ഏതാണ്ട് 150ഓളം കോളേജുകളിൽ നിന്നുള്ള പ്രിയപ്പെട്ട മത്സരാർത്ഥികളാണ്, കലാകാരന്മാരും കലാകാരിമാരുമാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരൊക്കെ നമ്മളിവിടെ ഈ ഒരു കോളേജ് അങ്കണത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടായിരിക്കും നമ്മൾ സംവദിക്കാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകളുടെ പോളി കലോത്സവ വേദിക്കരികിൽ നിന്ന് ചിത്രീകരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. ചോദ്യം എന്താണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കൂട്ടുകാരൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. പേര് അനന്തു. എവിടെ സ്ഥലം? തിരുവനന്തപുരത്ത്. എവിടെയാണ്? തലസ്ഥാന നഗരിൽ എവിടെയാണ്? വിളപ്പിൽ ശാല. ഓക്കെ, ഈ വിളപ്പിൽ ശാല എന്ന് പറയുമ്പം പിന്നെ ടൗൺ ഏരിയ ആണോ ഉള്ളാണോ? സ്ഥലമാണ്. ഇത് സാറ് മറാട്ടത്തിലോ ഇവരെ കൂട്ടത്തിലുള്ള അത് ശരി. അപ്പം ഇവരുടെ സാറ് കൂടിയുണ്ട്. ഈ സാറ് ഞാൻ നേരത്തെ പരിചയപ്പെട്ടു, നമ്മൾ എപ്പിസോഡ് ചിത്രീകരിക്കാൻ വരുന്നതിന് മുന്നേ സാറ് പരിചയപ്പെട്ടു. അപ്പോൾ സാറ് ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്, പക്ഷേ സാറിൻ്റെ സ്വന്തം സ്ഥലം കണ്ണൂർ മട്ടന്നൂരാണ് എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമസ്കാരം. സാറിൻ്റെ പേര്? അബ്ദുൾ റഷീദ്. സ്വന്തം സ്ഥലം മട്ടന്നൂർ എവിടെയായിട്ട് വരും? എയർപോർട്ടിൽ ടൗണിൽ തന്നെയാണ്. അത് ശരി. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് മട്ടന്നൂർ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ആയിട്ടാണ് പോകുന്നത്? ട്രെയിനാണ് പോകുന്നത്. അപ്പം ഏറ്റവും നല്ല ഫ്ലൈറ്റ് പോകുന്നതല്ലേ? പിന്നെ എന്തിനാണ് ട്രെയിനിന് പോകുന്നത്? നമുക്ക് സൗകര്യം രാത്രി രാവിലെ അവിടെ എത്തും. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് അവിടെ എത്തും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ കറക്റ്റ് സമയത്ത് രാത്രി 7 മണിക്ക് കയറിയാൽ രാവിലെ 6 മണിക്ക് അവിടെ എത്തും. കോളേജിൽ ഒരു 8 മണിക്ക് എത്തും. ക്ലാസ്സിൽ ഒരു 8:45 നമുക്ക് എത്താൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിന് പോകണമെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ബസ് പിടിച്ചൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതാണ് ഈ ട്രെയിൻ നമുക്ക് അത്യാവശ്യമായിട്ട് എത്തണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിന് പോവാം. ഇച്ചിരി ടൈമൊക്കെ ഉണ്ട്. നമുക്ക് സാർ പറഞ്ഞവര് പിന്നെ കൃത്യസമയത്ത് അവിടെ എത്തണമെങ്കിൽ നമുക്ക് ട്രെയിനിന് പോയാൽ നമ്മുടെ റൊട്ടീനാണ്. നമ്മളെ ഈ പോക്കറ്റ് ഉണ്ടോ, ഇത് പേഴ്സിൽ പൈസയല്ല. ഇതിൽ ഓരോ ആഴ്ച വെള്ളിയാഴ്ച അങ്ങനെ ഇങ്ങോട്ടേക്കും ഞായറാഴ്ച ഇങ്ങനെ അങ്ങോട്ടേക്കും ട്രെയിൻ ടിക്കറ്റ് 1 മാസം 2 മാസം ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് 2-3 മാസത്തേക്കുള്ള ബുക്കിംഗ് ചെയ്തിരിക്കുന്ന ബില്ല് പാസ് സാറിന്റെ പോക്കറ്റിലിരിപ്പുണ്ട്. അതാണ്. അപ്പം ഈ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം എത്ര തവണ വേണമെങ്കിൽ പോകാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും? ഇല്ല, ഞങ്ങളുടെ എല്ലാ ആഴ്ചയും ബുക്ക് ചെയ്യും. അങ്ങനെ കിട്ടുള്ളൂ. ഇപ്പൊ ബുക്കിംഗ് ഇല്ല, 1 മാസം മുമ്പ് ബുക്ക് ചെയ്താലും കിട്ടൂല. അതുകൊണ്ട് എപ്പോഴാണോ ഓപ്പൺ ആവുന്നത്, ഇപ്പൊ 2 മാസമാണല്ലോ, ഓപ്പൺ ആവുന്ന അന്ന് തന്നെ നമ്മൾ ബുക്കിംഗ് തുടങ്ങും. കാരണം കലണ്ടർ എടുത്ത് വെക്കും, വെള്ളിയാഴ്ച ഞായറാഴ്ച, വെള്ളിയാഴ്ച ഞായറാഴ്ച നോക്കി കലണ്ടർ ചെയ്ത് ബുക്ക് ചെയ്ത് അങ്ങ് വെക്കും. അപ്പം സാറിന്റെ സ്റ്റുഡൻസ് ആണ് അല്ലേ? നമ്മുടെ കുട്ടികളാണ്. അപ്പം ഇപ്പോഴത്തെ പോയിന്റ് നിലയിൽ നമ്മൾ തിരുവനന്തപുരം CPT ആണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അത് ശരി. സന്തോഷം കൂടി ഉണ്ട്. തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരിയുടെ മെയിൻ സ്ഥലമായിട്ടിരിക്കുന്ന തിരുവനന്തപുരമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന പോളി കലോത്സവത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. 2ാം സ്ഥാനം നിൽക്കും. ഓക്കെ, സാറിന്റെ പേരെന്താ പറഞ്ഞു? അനന്തു. സ്ഥലം പറഞ്ഞു? വിളപ്പിൽശാല. ഓക്കെ, പേര്? ഉണ്ണികൃഷ്ണൻ പോറ്റി. എവിടെയോ ഈ ഒരു പേര് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നമ്മളെ പോറ്റിയെ കയറ്റി എന്നുള്ള. ഓക്കെ ഓക്കെ ഓക്കെ. പരിപാടി വല്ലതും പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ കോളേജിൽ നിന്ന് ഓൾറെഡി റോൾ ഔട്ട് ആയപ്പോൾ ഇന്റർപോളി കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നാണ്. ഓക്കെ ഓക്കെ. നിങ്ങളുടെ സ്ഥലം എവിടെ? നിങ്ങളുടെ സ്ഥലം കറക്റ്റ് എവിടെയാ? എന്റെ സ്ഥലം കിളിമാനൂർ, ആറ്റിങ്ങൽ കിളിമാനൂരാണ്. ഓക്കെ, നിങ്ങളുടെ പരിപാടി പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ വോളണ്ടിയർ ആയിട്ട് വന്നതാണ്. അപ്പം എത്ര മത്സരത്തിൽ യൂണിയന്റെ അവിടുത്തെ ആൾക്കാരായിരുന്നു. എന്തായാലും കോളേജിൽ നിന്ന് പോയെങ്കിലും പഴയകാല ഓർമ്മയ്ക്ക് വേണ്ടി വീണ്ടും വന്നതാണ് അല്ലേ? കണ്ണൂർ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം. ഞാൻ ഇപ്പോ 2-3 വട്ടം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാ ഒരുപാട് ദിവസം നിൽക്കുന്ന ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട് കണ്ണൂര്? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. സാറിനോട് പ്രത്യേകം പറയുന്നുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ വർഷത്തെ ഇന്റർപോളിയും ഈ വർഷത്തെ ഇന്റർപോളിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ? കഴിഞ്ഞ വർഷം കിട്ടിയായിരുന്നോ? ഇല്ല, അതാണ് കണ്ണൂർക്കാരെ പ്രത്യേകത. ഫ്രീ ആയിട്ട് തരും. കിട്ടുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ തവണ എവിടെയായിരുന്നു? പത്തനംതിട്ടയായിരുന്നു. ഫുഡില്ലായിരുന്നു. ഞാൻ തന്നെ പിള്ളേരെയും കൊണ്ട് പോയത്. നമുക്ക് ഫുഡൊന്നും ഇല്ല, 1/2 കിലോമീറ്റർ നടന്നു വേണം പിള്ളേർക്കൊക്കെ. പക്ഷെ ഞങ്ങൾ പിള്ളേർക്ക് ഫുഡ് കൊടുത്തിരുന്നു. എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ അങ്ങനെ സാറുണ്ടല്ലോ ഇവിടെ. ഓക്കെ, എന്തായാലും ഞാൻ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കണ്ണൂർ വിഷൻ ചാനലാണ് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്ന പരിപാടി. ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് ആൻസർ പറഞ്ഞാൽ 1-ൽ കൂടുതൽ സമ്മാനം കൊടുക്കാമെന്നുള്ളതാണ്. വളരെ മലയാള ചോദ്യമാണ്, മലയാളം തന്നെയാണ് ആൻസറും വരിക. അതായത് നമ്മൾ ഭൂമിയിൽ പല സ്ഥലത്തും, എല്ലാ സ്ഥലത്തുമല്ല, ചില സ്ഥലങ്ങൾ നോക്കിയാൽ കാണാം. ഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ നോക്കിയാൽ കാണാം.
ആദ്യ അക്ഷരം നീട്ടി പറഞ്ഞാൽ മുകളിൽ നോക്കിയാൽ എല്ലായിടത്തും കാണാം. ആ, അതായത് ഭൂമിയിൽ നോക്കിയാൽ ചില സ്ഥലത്ത് കാണാം. ആദ്യ അക്ഷരം നീട്ടി പറഞ്ഞാൽ മുകളിൽ നോക്കിയാൽ എല്ലായിടത്തും കാണാം. എന്താ? ആകാശം, ഭൂമി അല്ല. മലയാളി മലയാളി അല്ല. സാറിന് ക്വസ്റ്റ്യൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല, കാരണം പിള്ളേർക്കുള്ള ചോദ്യമല്ലേ ഇത്. എല്ലാവർക്കും ചോദ്യം. അതായത് ഭൂമിയിൽ ചില സ്ഥലത്ത് നോക്കിയാൽ കാണാം, എന്നാൽ മുകളിലോട്ട് നോക്കിയാൽ എല്ലായിടത്തും കാണാം. ഭൂമിയിൽ ചില സ്ഥലത്ത് കാണാം, എല്ലായിടത്തും കാണാം. അതായത് ഭൂമിയിൽ നോക്കിയാൽ ചില സ്ഥലത്ത് കാണാം. ആദ്യ അക്ഷരം നീട്ടി പറഞ്ഞാൽ മുകളിലോട്ട് നോക്കിയാൽ എല്ലായിടത്തും കാണാം. ആദ്യ അക്ഷരം നീട്ടി പറയണം. ആനന്ദമാണ്. ആനന്ദമല്ല, രക്ഷയില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ പക്ഷേ സന്തോഷം കാണാം. ഓക്കെ, താങ്ക് യു. സൗരുടെ പേര് ഷിയ. സ്ഥലം കൂത്തുപറമ്പിൽ. എവിടെയാ? പൂക്കോട്ട്. എവിടെയാ? 7 മൈലില്. 7 മൈലിൽ എവിടെ? കനാലിന്റെ ഭാഗത്താണ്. ഈ കനാൽ ഇപ്പം കാട് മൂടി കിടക്കുകയാണോ അല്ലെങ്കിൽ വൃത്തി നിൽക്കുകയാണോ? ഉണ്ട്. ഈ നമ്മുടെ ഈ പണ്ട് കാലങ്ങളിൽ കനാൽ കൃഷിയുടെ ഭാഗമായിട്ട് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ചതാണ്. പക്ഷേ ഇപ്പം പല സ്ഥലത്തും കനാൽ എന്നുള്ളത് ഒന്നിനും കൊള്ളാണ്ട് വെറുതെ ഇങ്ങനെ എന്താ പറയുക ശൂന്യമുഖമായിട്ട് വേസ്റ്റ് കൊണ്ട് ചാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ, എന്തിരിക്കട്ടെ. ഓക്കെ, പഠിക്കുന്നത് ഇവിടെ തന്നെ പഠിക്കുകയാണ്. പരിപാടിയിൽ ഒന്നും പങ്കെടുക്കുന്നുണ്ടോ? ഒന്നും പങ്കെടുക്കുന്നില്ല. ഓക്കെ, പേര്? ആഷിഖ്. എവിടെ സ്ഥലം? കൂത്തുപറമ്പിൽ. ഈ പറഞ്ഞ പോലെ പൂക്കോട് കനാലിന്റെ അടുത്താണോ? എവിടെയുണ്ട്? മാനന്തേരി. ഓക്കെ, എന്താ പരിപാടി പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, പേര്? എന്റെ പേര് അഭിനവ് വിഷ്ണു. ഞാൻ ഇവിടുത്തെ മാഷാണ്. മാഷ സ്വന്തം സ്ഥലം എവിടെയാ? വടകരയാണ്. വടകരയിൽ എവിടെയാ മാഷേ? വടകരയിലെ തോടന്നൂർ എന്ന് പറയുന്ന സ്ഥലം. തോടന്നൂർ എന്ന് പറയുമ്പോൾ ഗ്രാമമാണോ? ഗ്രാമപ്രദേശമാണ്. തിരുവള്ളൂർ പഞ്ചായത്തിന് കീഴിലുള്ള. നമ്മുടെ വടകര ടൗണിൽ എത്ര കിലോമീറ്റർ? ഒരു 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ. എല്ലാ പേരാമ്പ്രയ്ക്ക് പോകുന്ന വഴിക്ക്. പേരാമ്പ്രയ്ക്ക് പോകുന്ന പേരാമ്പ്ര കഴിഞ്ഞിട്ടാണോ? അല്ല, പേരാമ്പ്രയ്ക്ക് പോകുന്ന വഴിക്ക്, പേരാമ്പ്ര എത്തുന്നതിന്റെ മുന്നെയാണ്. അപ്പം നമ്മൾ എത്ര മണിക്കൊക്കെ അവിടെ ബസ് റൂട്ട് അങ്ങോട്ട് ടൗണിലേക്ക്, വടകര ടൗണിലേക്ക്? രാവിലെ 6:30 മുതൽ ആരംഭിക്കും. വൈകുന്നേരം ഒരു 7:30 വരെ. 7:30 വരെ ബസ്സും പിന്നെ ഓട്ടോ ഉണ്ട്, ജീപ്പ് ഉണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്തെങ്കിലും വേറെ ഒരു പ്രത്യേകത ഉണ്ട് ആ സ്ഥലത്തിന്? ഞങ്ങളത് ഒരു പക്കാ ഗ്രാമപ്രദേശമാണ്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എന്റെ വീടിന്റെ അടുത്തുകൂടിയാണ് മാഹി കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള മാഹിന്ന് പയ്യോളി വരെ കണക്ട് ചെയ്യുന്ന കനാൽ പോകുന്നത്. ആ കനാൽ എങ്ങനെയുണ്ട്? ആ കനാൽ അടിപൊളിയാണ്. പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. കനാലെല്ലാം കുഴിച്ച് വൃത്തിയാക്കി ഈ ബോട്ട് സർവീസ് വരാൻ വേണ്ടിയിട്ട് ആഴം കൂട്ടിയിരിക്കുകയാണ്. 2 ഭാഗങ്ങളിലും നമ്മൾ കല്ല് വെച്ചിട്ട് കെട്ടി വൃത്തിയാക്കുന്നുണ്ട്. ബോട്ട് സർവീസ് ഒക്കെ ആവാം. ആയിട്ട് വേണം ഇവരൊക്കെ അങ്ങോട്ട് ക്ഷണിക്കാൻ വേണ്ടി. ടൂറിസം വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. കുറച്ച് കാലങ്ങളായിട്ട് പണി നടക്കുന്നു. മേൽപ്പാലങ്ങൾ പണിയുന്നുണ്ട്. പല ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടിവിയിലൊക്കെ കാണുന്നത്. എന്തായാലും വൈകുന്നേരം സായാഹ്ന സമയങ്ങള് സന്തോഷകരമാക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല കാര്യമാണ്. അവിടെ പോയി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. കാലക്രമേണ അവിടെ കുറച്ചും കൂടെ ഷോപ്പുകളും ടീ ഷോപ്പുകളൊക്കെ വരുമ്പോൾ ആൾക്കാർ വരികയും ഭക്ഷണം കഴിക്കുകയും സായാഹ്നങ്ങൾ അവിടെ ചെലവഴിക്കുകയും. അപ്പൊ എന്താ നമ്മള് വടകര പേരാമ്പ്രയ്ക്ക് എത്തുന്നതിന് മുന്നാണ് എന്ന സ്ഥലത്തിന്റെ പേര്? തിരുവള്ളൂര് കന്നിനട എന്ന് പറയും. തിരുവള്ളൂര് കന്നിനട എന്ന് പറയുന്ന സ്ഥലം. അവിടെ പിന്നെ കനാലൊക്കെ വരികയാണ്. അവിടെ ബോട്ട് സർവീസൊക്കെ വന്ന് അങ്ങനെ പ്രകൃതിയോട് അനുയോജിച്ചുകൊണ്ട് പ്രകൃതിക്ക് ചേർന്നുകൊണ്ടുള്ള വികസനത്തിലൂടെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ഗസ്റ്റായിട്ട് നമ്മുടെ ഒരു എന്താ പറയുക ഉല്ലാസത്തിനൊക്കെ നമുക്ക് പോകുമ്പോൾ അതുവഴി കൂടെ പോകാം അല്ലേ? ഓക്കെ, അപ്പോൾ ചെറിയ ചോദ്യം ചോദിക്കാം. ആൻസർ പറഞ്ഞാൽ ഒന്നിൽ കൂടി സമ്മാനമുണ്ട്. ഓക്കെ, ചോദ്യം ഇതൊരു മലയാള വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഭൂമിയിൽ നോക്കിയാൽ ചില സ്ഥലത്ത് കാണാം. ഭൂമിയിൽ നമുക്ക് ചില സ്ഥലത്ത്, എല്ലാ സ്ഥലത്തും കാണാൻ പറ്റില്ല, ഭൂമിയിൽ ചില സ്ഥലത്ത് നമുക്കിത് കാണാം. ആദ്യ അക്ഷരം നീട്ടി പറഞ്ഞാൽ മുകളിലോട്ട് നോക്കിയാൽ എല്ലാ സ്ഥലത്തും കാണാം. എന്താ? ഭൂമിയിൽ ചില സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്, എല്ലാ സ്ഥലത്തുമല്ല, ചില സ്ഥലത്ത് കാണാൻ പറ്റുന്നതാണ്. ആ എന്താണ് കാണുന്നത് അതിൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം നീട്ടി പറഞ്ഞാൽ മുകളിലോട്ട് നോക്കിയാൽ എവിടെയും കാണാം. എന്താ? മലയാള വാക്കാണേ. ഭൂമിയിൽ ചില സ്ഥലത്ത് കാണാം, അതിൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം നീട്ടി പറഞ്ഞാൽ മുകളിലോട്ട് നോക്കിയാൽ എവിടെയും കാണാം. ആകാശം. അപ്പം താഴെ കിടന്നെന്ന് തോന്നുന്നു. അതെ, ഭൂമിയിൽ ചില സ്ഥലത്ത് കാണുന്നതാണ്, അതിന്റെ പേരിന്റെ ആദ്യ അക്ഷരം നീട്ടി പറഞ്ഞാൽ മുകളിലോട്ട് നോക്കി എല്ലായിടത്തും കാണാം. എങ്കിൽ എന്താണ് നമ്മൾ ഭൂമിയിൽ ചില സ്ഥലത്ത് കാണുന്നത്?
എങ്ങനെയൊന്ന് പറഞ്ഞേ ഭൂമിയിലെ ചില സ്ഥലത്ത് വനം കാട് മേലെ വാനം അപ്പൊ എന്തായാലും അങ്ങനെയാണ് സംഭവത്തിന്റെ കിടപ്പ്. അപ്പൊ നമ്മുടെ കണ്ണൂർക്കാരാണ്, കൂത്തുപറമ്പുകാരാണ്. എന്റെ സ്ഥലത്തിന്റെ പേര് തിരൂര് എന്തോ സ്ഥലത്തിന്റെ എന്തോ പേര് പറഞ്ഞില്ല നിങ്ങള്? പൂക്കോട് 7 മൈല് കനാല്. ആ കനാലിന്റെ പേരെന്താ? കനാലിന് പ്രത്യേകിച്ച് ഇനീഷ്യലും പേരൊന്നുമില്ല. കനാലിന്റെ പേര് കനാൽ തന്നെയാണ്. അപ്പൊ എന്നെ ചോദിച്ചായിരുന്നു, ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്ത് കാണാം, ആദ്യാക്ഷരം നീട്ടി പറഞ്ഞാൽ മുകളിലോട്ട് നോക്കിയാൽ എവിടെയും കാണാം. എന്താണ് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഉത്തരം എന്താണ്? ഭൂമിയിൽ എവിടെ നോക്കിയാലും കാണും എന്താണ്? വനം എന്ന് വെച്ചാൽ കാട്. വനത്തിന്റെ ആദ്യാക്ഷരം നീട്ടി പറഞ്ഞാൽ എവിടെയാ? മുകളിൽ. ഓക്കെ അല്ലേ? ഉത്തരം വനമാണ്. നമ്മൾ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും കാണുന്നതാണ് വനം. വനം എന്ന് പറഞ്ഞാൽ കാട്. ഈ വനത്തിന്റെ ആദ്യാക്ഷരം വാ നീട്ടി ഉദ്ദേശിച്ചിരുന്നത് വാനം. വാനം എന്ന് പറഞ്ഞാൽ ആകാശം. നമുക്ക് മുകളിലോട്ട് നോക്കിയാൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം വനം, വാനം. വനം എന്ന് പറഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തും നോക്കിയാൽ കാണുന്നതാണ്. ആദ്യാക്ഷരം നീട്ടി വെച്ചിട്ടാൽ മുകളിലോട്ട് നോക്കിയാൽ എവിടെയും കാണാം വാനം, ആകാശം. അങ്ങനെ ഉത്തരം നമ്മുടെ സഹോദരി പറഞ്ഞു. സഹോദരിക്കുള്ള സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പോവാണ്. സമ്മാനം വലിയ സമ്മാനമല്ല, ഓക്കെ, എന്നിരുന്നാലും സമ്മാനത്തിൽ സമ്മാനമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനമുണ്ട്. കണ്ണൂരുള്ള ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനമുണ്ട്. പിന്നെ നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. അപ്പോൾ സന്തോഷം. അപ്പം കാണാം വാതിലിൽ വാതിൽ. എത്ര വാതിലുണ്ടെന്ന് പറഞ്ഞേ? 16 വാതിലുണ്ട്. നോക്കണം, 16 അല്ലേ? ഓക്കെ, കാണാം. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ സംസ്ഥാന പോളി കലോത്സവം നടക്കുന്ന കണ്ണൂർ തോട്ടടയിലുള്ള പോളിടെക്നിക്കിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ടാണ് കലോത്സവ വേദിയുള്ളത്. അതിനരികിൽ നിന്ന് ചിത്രീകരിച്ച് നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. ചോദിച്ചായിരുന്നു, ഭൂമിയിൽ നോക്കിയാൽ പല സ്ഥലത്തും കാണുന്നതാണ്. അതിൻ്റെ ആദ്യാക്ഷരം നീട്ടി പറഞ്ഞാൽ മുകളിലോട്ട് നോക്കിയാൽ എവിടെയും കാണാം. എന്തെന്നാണ് ഉത്തരം? വനമാണ്. വനം എന്ന് പറഞ്ഞാൽ കാട്. വനത്തിൻ്റെ വാ നീട്ടി പറഞ്ഞാൽ വാനം. വാനം എന്ന് പറഞ്ഞാൽ ആകാശം. മുകളിൽ നോക്കിയാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. പുതിയ ചോദ്യം, പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടും അടുത്ത അധ്യായം.